കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം ഫോർത്ത് സെമസ്റ്റർ കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ അടുത്ത ക്ലാസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ 5th മൊഡ്യൂൾ കമ്പനി മീറ്റിംഗ് ആൻഡ് വൈൻഡിംഗ് അപ്പ് എന്ന ചാപ്റ്ററിലെ ആദ്യ പാർട്ടാണ്. ആദ്യ പാർട്ടിൽ കമ്പനി മീറ്റിങ്ങിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആദ്യമായി കമ്പനി മീറ്റിംഗ് ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്താണ് മീറ്റിംഗ്? When two or more than two persons get together at one place to discuss any common issue, it is called meeting. എന്താണ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടിലധികം വ്യക്തികളോ ഒരു സ്ഥലത്ത് ഒരു പൊതുകാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് മീറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ കമ്പനി മീറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് മീറ്റിംഗ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ് ഓർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓഫ് ദി കോൺട്രിബ്യൂട്ടറീസ് ആർ കോൾഡ് ദ മീറ്റിംഗ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സോ ഡയറക്ടേഴ്സോ ഡിബഞ്ചർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ മറ്റ് കോൺട്രിബ്യൂട്ടറികളോ ഒരുമിച്ച് ചേർന്ന് ഡിസ്കസ് ചെയ്യുന്ന മീറ്റിങ്ങിനെയാണ് കമ്പനി മീറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു കമ്പനി എന്ന് പറയപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഒരു നാച്ചുറൽ പേഴ്സണെ പോലെ വർക്ക് ചെയ്യാൻ പറ്റില്ല. കമ്പനിയുടെ മാനേജ്മെൻറ്റ് മൊത്തം അതിൻ്റെ ഓണേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ കമ്പനീസ് ആക്ട് പ്രകാരം മീറ്റിംഗ് കൂടി കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ഒരു കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു കമ്പനിയിലും മീറ്റിങ്ങിന് വളരെ വലിയ പ്രധാനപ്പെട്ട റോളാണുള്ളത്. ഓക്കെ, ദെൻ ഒരു കമ്പനി മീറ്റിങ്ങിന് ആവശ്യമായ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് വേണ്ടി? ഒരു മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ കമ്പനിയുടെ ഒന്നാമത്തത്, 2 or more person must present at the meeting. കമ്പനി മീറ്റിങ്ങിൽ നിർബന്ധമായിട്ടും 2 or അതിലധികമോ വ്യക്തികൾ പ്രസൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത്, ദ അസംബ്ലി ഓഫ് പേഴ്സൺ മസ്റ്റ് ബി ഫോർ ഡിസ്കഷൻ ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് സം ലോഫുൾ ബിസിനസ്. ഈ 2 or അതിലധികമോ വ്യക്തികൾ മീറ്റിംഗ് കൂടുന്നത്, ഒരു കമ്പനിയുടെ മീറ്റിംഗ് കൂടുന്നത് അവിടെ നിയമപരമായ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടിയാവണം. മൂന്നാമത്തത്, നോട്ടീസ് ഈസ് എസെൻഷ്യൽ. കമ്പനി മീറ്റിംഗ് കൂടുകയാണെങ്കിൽ ആ മീറ്റിങ്ങിൽ ആരൊക്കെയാണോ പങ്കെടുക്കുന്നത് അവർക്ക് കൃത്യമായ സമയത്തിന് മുമ്പേ, കമ്പനി മീറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണെങ്കിൽ 21 ദിവസത്തിന് മുമ്പായിട്ട് തന്നെ അത്തരം ഷെയർ ഹോൾഡേഴ്സിനെ വിവരം അറിയിക്കണം എന്നുള്ളതാണ്. ദെൻ നാലാമത്തത്, ഹെൽഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ്, ഡേറ്റ് ആൻഡ് ടൈം. ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് പ്രത്യേക ദിവസത്തിൽ ആണ് മീറ്റിംഗ് കൂടേണ്ടത്. അതൊക്കെ നോട്ടീസിൽ പ്രതിപാദിച്ചിരിക്കണം. അഞ്ചാമത്തെ, മസ്റ്റ് ബി ഹെൽഡ് ആസ് പെർ പ്രൊവിഷൻ ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനി മീറ്റിംഗ് കൂടുന്ന സമയത്ത് കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ചായിരിക്കണം കമ്പനി മീറ്റിംഗ് കൂടേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത്, നേരത്തെ നമ്മൾ പറഞ്ഞു മീറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 2 or അതിലധികമോ വ്യക്തികൾ മീറ്റിംഗ് കൂടണം എന്നുള്ളതാണ്. അതിന് ചെറിയ എക്സംഷണൽ കേസുകളുണ്ട്. അത്തരം എക്സംഷണൽ കേസ് ആണ് ഇനി പറയാൻ പോകുന്നത്. 1 member ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് കൂടിയാൽ അത് വാലിഡ് ആവുമോ ഇല്ലേ എന്നുള്ളതാണ് അതിൻ്റെ എക്സംഷൻ. ഒരാൾ കൂടിയാൽ മീറ്റിംഗ് വാലിഡ് ആവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത്, മീറ്റിംഗ് കൺവെൻഡ് ബൈ ട്രൈബ്യൂണൽ അണ്ടർ സെക്ഷൻ 97 and 98. 2 കേസുകളാണ്. 97 പ്രകാരം ട്രൈബ്യൂണൽ, കോടതി ഒരു കമ്പനിയുടെ മീറ്റിംഗ് വിളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനാണ് 97മായി ബന്ധപ്പെട്ട സെക്ഷനിൽ പ്രതിപാദിക്കുന്നത്. അവിടെ ഒരു വ്യക്തിയാണ് മീറ്റിങ്ങിൽ പങ്കെടുത്തെങ്കിൽ ആ മീറ്റിങ്ങിനെ വാലിഡായിട്ട് പരിഗണിക്കുന്നു. ഓക്കെ, 97 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. ഈ മീറ്റിംഗ് വിളിച്ചത്തെ ട്രൈബ്യൂണൽ ആണെങ്കിൽ അവിടെ 1 person പ്രസൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു പ്രസൻറ്റേഷനെ ഒരു വാലിഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിട്ട് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ 98 സെക്ഷൻ 98 എന്ന് പറയുന്നത് അതർ ദാൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് അല്ലാത്ത പല മീറ്റിംഗുകളും 98 പ്രകാരം. ഇവിടെയും ട്രൈബ്യൂണലാണ് ഇടപെടുന്നത്. ട്രൈബ്യൂണൽ കൺവേ ചെയ്തിട്ടാണ് മീറ്റിംഗ് ഹോൾഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരം സാഹചര്യത്തിലും ഒരു വ്യക്തി പങ്കെടുത്ത് കഴിഞ്ഞാൽ ആ മീറ്റിംഗും വാലിഡായിട്ട് പരിഗണിക്കുന്നു. അതുപോലെ തന്നെ ക്ലാസ് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ക്ലാസ് മീറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളുകളെയാണ് ക്ലാസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മുതലായവ. അപ്പോൾ ഇത്തരം ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് വിളിച്ചെങ്കിൽ ഒരു മെമ്പറാണ് വന്നതെങ്കിൽ അത്തരം മീറ്റിങ്ങിനെ വാലിഡായിട്ട് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ, ആബ്സെൻസ് ഓഫ് കോറം ആൻഡ് അഡ്ജേൺ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ നിശ്ചയിക്കുന്ന മുമ്പ് തന്നെ കമ്പനി ആ മീറ്റിങ്ങിൽ മിനിമം വേണ്ട ആളുകളെ എണ്ണത്തെയാണ് കോറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനി ഒരു മീറ്റിംഗ് വിളിച്ചു,
ആ മീറ്റിങ്ങിൽ കോറം തികഞ്ഞില്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് അതേ സ്ഥലത്ത് അതേ സമയത്ത് വീണ്ടും ഈ മീറ്റിംഗ് മാറ്റിവെക്കും, അഡ്ജേൺ ചെയ്യും. ദെൻ മാറ്റിവെച്ച മീറ്റിങ്ങിലും കോറം തികഞ്ഞില്ല, അവിടെ ഒരാളാണ് വന്നത്, എന്നാൽ ആ ഒരു വ്യക്തിയെ കോറമായി പരിഗണിച്ച് ആ മീറ്റിങ്ങിന് വാലിഡിറ്റി ഉണ്ടാവുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ 4 കേസുകളാണ് 97, 98 ക്ലാസ് മീറ്റിംഗ്, ആബ്സെൻസ് ഓഫ് കോറം ആൻഡ് അഡ്ജേൺ മീറ്റിംഗ്. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരു മെമ്പർ മാത്രമായാൽ അത് മീറ്റിംഗ് വാലിഡ് ആവുക എന്നുള്ളത്. ഓക്കെ, അടുത്തത് കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കമ്പനി മീറ്റിംഗ് ഏതൊക്കെ തരത്തിലുണ്ട്, അല്ല ആരുടേതൊക്കെയാണ് കമ്പനി മീറ്റിങ്ങുകൾ? ഒന്നാമത്തേത് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, രണ്ടാമത്തെ മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്, മൂന്നാമത്തെ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്, നാലാമത്തെ മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, ഈ 4 വിഭാഗം ആളുകൾ കമ്പനിയുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് കൂടുന്നു. ഇതിനാണ് കമ്പനി മീറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിനെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. 4 തരത്തിലുള്ള മീറ്റിംഗ് ആണുള്ളത്. ഒന്നാമത്തേത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്, എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ഉണ്ട്, ദെൻ അടുത്തതാണ് ക്ലാസ് മീറ്റിംഗ്. ഓക്കെ, ആദ്യമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്താണെന്നുള്ളത്. Statutory meeting. It is the first meeting of the shareholders of a public company having share capital and it is held once in the lifetime of company. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിനെ പറയുന്ന പേരാണെന്ത്? സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഒരു പബ്ലിക് കമ്പനിയുടെ ആദ്യത്തെ മീറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ. ഓക്കെ, ആൻഡ് ഹെൽഡ് വൺസ് ഇൻ ദ ലൈഫ് ടൈം ഓഫ് കമ്പനീൻ്റെ ജീവിതത്തിൽ, കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം മാത്രമേ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ പറഞ്ഞു കമ്പനിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള മീറ്റിംഗ് ഒന്നും ആദ്യത്തെ മീറ്റിംഗ് അല്ല. സോ ആദ്യത്തെ മീറ്റിങ്ങിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് മസ്റ്റ് ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 1 month ആൻഡ് നോട്ട് മോർ ദാൻ 6 months ആഫ്റ്റർ ദ ഡേറ്റ് ഓൺ വിച്ച് എ കമ്പനി ഓതറൈസ്ഡ് ടു കമൻസ് ഹിസ് ബിസിനസ്. കമ്പനി ബിസിനസ് എന്നാണോ ആരംഭിക്കുന്നത്, ബിസിനസ് ആരംഭിക്കാൻ അധികാരം കിട്ടിയത് എന്നാണോ ആ ദിവസത്തിന് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടും 6 മാസത്തിൽ കൂടാതെയുമുള്ള കാലയളവിലാണ് ഒരു കമ്പനി അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചേർക്കേണ്ടത്. നോട്ട് ലെസ് ദാൻ 1 month ആൻഡ് നോട്ട് മോർ ദാൻ 6 months. ഓക്കെ, ദെൻ ദ പർപ്പസ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് with its statutory report to put the shareholders of the company in possession of all the important facts relating to new company, what shares have been taken up, what money received, etc. ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വിളിച്ചേർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മുന്നിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് വെക്കുക എന്നുള്ളതാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്? പ്രധാനമായ കണ്ടൻറ്റുകൾ, വാട്ട് ഷെയർസ് ഹാവ് ബീൻ ടേക്കൺ അപ്പ്, വാട്ട് ആർ ദ ഫാക്ടർ റിലേറ്റിംഗ് ടു ന്യൂ കമ്പനി, വാട്ട് മണി റിസീവ്ഡ്. അല്ലേ, നമ്മുടെ പുതിയ കമ്പനിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്രത്തോളം ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര പണം കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വിളിച്ചേർക്കുന്നത്. ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വിളിച്ചേർക്കുന്ന മുമ്പേ അവിടുത്തെ ഡയറക്ടേഴ്സ് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്നുള്ളത്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ഈസ് എ റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എവരി പബ്ലിക് ലിമിറ്റഡ് കമ്പനി and forward the same to every shareholders called statutory report at least 21 days before the day on which the statutory meeting is to be held. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിൻ്റെ 21 ദിവസത്തിന് മുമ്പായിട്ട് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ്. എല്ലാ പബ്ലിക് കമ്പനിയുടെയും ആദ്യത്തെ മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ ഡയറക്ടേഴ്സാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിൻ്റെ 21 ദിവസത്തിന് മുമ്പായിട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് അയച്ചു കൊടുക്കണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ. ദെൻ ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ അലോട്ടഡ്. ഓക്കെ, എത്ര ഫുള്ളി പെയ്ഡപ്പ്, പാർട്ട്ലി പെയ്ഡപ്പ്, അതേപോലെ തന്നെ എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ക്യാഷ് എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ പ്രതിപാദിക്കണം. രണ്ടാമത്തേത് അബ്സ്ട്രാക്റ്റ് ആണ്.
അബ്സ്ട്രാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കമ്പനി ഏതൊക്കെ തരത്തിലുള്ള പേയ്മെൻറ്റ്സുകൾ ആ മീറ്റിംഗ് നടത്തുന്ന 7 ദിവസത്തിന് മുമ്പ് വരെ ഏതൊക്കെ പേയ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കണം, അതിൻ്റെ ബില്ലും റെസിപ്റ്റും കാര്യങ്ങളും. ദെൻ എമൗണ്ട് ഓഫ് ക്യാഷ് റിസീവ്ഡ്, ദെൻ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് കമ്പനിക്ക് ഇതുവരെ എത്രത്തോളം ക്യാഷ് കിട്ടിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ പ്രതിപാദിക്കണം. ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ് ആൻഡ് അതർ മാനേജീരിയൽ പേഴ്സൺ, കമ്പനിയുടെ ഡയറക്ടർമാർ ആരൊക്കെയാണ്, ഓഡിറ്റേഴ്സ്, മറ്റ് മാനേജീരിയൽ പേഴ്സൺ വ്യക്തികളെക്കുറിച്ചുള്ള കൃത്യമായ ഡാറ്റകൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ ഉണ്ടാവണം. കോൺട്രാക്റ്റ്, കമ്പനി ഇതുവരെ ഏതൊക്കെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് കാര്യങ്ങൾ. അണ്ടർറൈറ്റിംഗ് കോൺട്രാക്റ്റ്, കമ്പനിയുടെ ഷെയർ വിൽക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സെയിൽ ഉറപ്പിക്കുന്ന പ്രോസസ്സാണ് അണ്ടർറൈറ്റിംഗ് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട അണ്ടർറൈറ്റിംഗ് കമ്മീഷനുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അരിയേഴ്സ് ഓഫ് കോൾ, കമ്പനി ഷെയർ അലോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുടിശ്ശികൾ കിട്ടാനുണ്ടെങ്കിൽ. കമ്മീഷൻ ഓൺ ബ്രോക്കറേജ്, കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കമ്മീഷനോ ബ്രോക്കറേജോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിലുകളൊക്കെ അടങ്ങിയ ഒരു കണ്ടൻറ്റോട് കൂടിയിട്ടുള്ള കാര്യമാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്. ഇത് തയ്യാറാക്കുന്ന ഡയറക്ടേഴ്സാണ്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിൻ്റെ 21 ദിവസത്തിന് മുമ്പായിട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഇതിൻ്റെ റിപ്പോർട്ട് അയച്ചു കൊടുക്കണമെന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ രണ്ടാമത്തെ മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്, കമ്പനിയുടെ വാർഷിക മീറ്റിംഗ് ആണ്. എന്താണ് നോക്കാം. ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആനുവൽ ഇവൻറ്റ് വെയർ ദ മെമ്പേഴ്സ് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി കമ്പനി. സെക്ഷൻ 96 പ്രൊവൈഡ് ദാറ്റ് എവരി കമ്പനി അതർ ദാൻ 1 person company is required to hold ആനുവൽ ജനറൽ മീറ്റിംഗ് ഇൻ എവരി ഇയർ. ഒരു കമ്പനീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് കമ്പനിയുടെ AGM അഥവാ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കൊണ്ടാണ് കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ളത് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ്. എല്ലാ കമ്പനി 1 person കമ്പനി അല്ലാത്ത എല്ലാ കമ്പനികളും വർഷത്തിൽ ഒരു തവണ നിർബന്ധമായിട്ടും ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കണമെന്നുള്ളതാണ് കമ്പനീസ് ആക്ട് 96 പ്രതിപാദിക്കുന്നത്. ദെൻ കീ പ്രൊവിഷൻ റിഗാർഡിംഗ് ദ ഹോൾഡിംഗ് ഓഫ് ആനുവൽ ജനറൽ മീറ്റിംഗ്. കമ്പനി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രൊവിഷൻസുകളുണ്ട്. അതെന്തെല്ലാമെന്ന് നോക്കാം. ഒന്നാമത്തത്, ആനുവൽ ജനറൽ മീറ്റിംഗ് ഷുഡ് ബി ഹെൽഡ് വൺസ് ഇൻ എവരി ഇയർ. ഒരു കമ്പനി എല്ലാ വർഷത്തിനും വിളിച്ച് ചേർക്കേണ്ട മീറ്റിംഗ് ആണിത് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നുള്ളത്. രണ്ടാമത്തെ പ്രൊവിഷൻ, ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ഷുഡ് ബി ഹെൽഡ് വിത്തിൻ 9 months ഫ്രം ദ ക്ലോസിംഗ് ഓഫ് ദി ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തിട്ട് 9 മാസത്തിനുള്ളിലാണ് ആദ്യത്തെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കേണ്ടത്. ഓക്കെ, കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തിട്ട് 9 മാസത്തിനുള്ളിലാണ് ആദ്യത്തെ ആനുവൽ ജനറൽ ബോഡി വിളിച്ച് ചേർക്കേണ്ടത്. ഹെൻസ് ഇറ്റ് ഷാൽ നോട്ട് ബി നെസസറി ഫോർ ദ കമ്പനി ടു ഹോൾഡ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഇൻ ദ ഇയർ ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. അപ്പം ഇൻകോർപ്പറേഷൻ ചെയ്ത വർഷത്തിൽ എന്ത് ആവശ്യം ഉണ്ടാവില്ല, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആവശ്യമുണ്ടല്ലോ. ആ ഒരു കാലയളവിൽ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നുണ്ട്. ദെൻ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് 2020 ജനുവരിയിൽ തുടങ്ങിയ ഒരു കമ്പനിയാണെങ്കിൽ ദെൻ ഡിസംബറിലായിരിക്കും അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുക. ദെൻ അതിൻ്റെ മീറ്റിംഗ് എന്ന് പറയുന്നത് 2021 കഴിഞ്ഞിട്ട് 9 മാസ കാലയളവ് വരെ സെപ്റ്റംബറിൻ്റെ ഉള്ളിലാണ് വിളിച്ച് ചേർക്കേണ്ടത്. ഓക്കെ, ദെൻ സബ്സിക്വൻറ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ഷുഡ് ബി ഹെൽഡ് വിത്തിൻ 6 months ഫ്രം ദി ക്ലോസിംഗ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. പക്ഷേ പിന്നീട് വരുന്ന ഓരോ ആനുവൽ ജനറൽ മീറ്റിംഗ്, ഫസ്റ്റ് മീറ്റിങ്ങിന് മാത്രമാണ് ചെറിയൊരു ഡേറ്റ് 9 മാസത്തിനുള്ളിൽ, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തിട്ട് 9 മാസത്തിനുള്ളിൽ എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് വരുന്ന എല്ലാ മീറ്റിങ്ങും ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തിട്ട് 6 മാസത്തിനുള്ളിൽ നടത്താമെന്നുള്ളതാണ്. ദെൻ നാലാമത്തെ പ്രൊവിഷൻ, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ് ഷുഡ് ബി നോട്ട് എക്സീഡ് 15 months. 2 ആനുവൽ ജനറൽ മീറ്റിംഗ് തമ്മിലുള്ള പരമാവധി ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 മാസമാണ്. 15 മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വർഷം എന്നുള്ളത് 12 മാസമാണ്. ഓക്കെ, അപ്പോൾ 3 മാസം വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് എക്സ്റ്റൻഷൻ ഓഫ് വാലിഡ് പീരീഡ് ഓഫ് ആനുവൽ ജനറൽ മീറ്റിംഗ്. എങ്ങനെയാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് മാറ്റി വെക്കാൻ പറ്റും, അതിൻ്റെ നീട്ടിവെക്കൽ പരമാവധി എത്രയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എ കമ്പനി ടു ഹോൾഡ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിത്തിൻ എ പ്രിസ്ക്രൈബ്ഡ് ടൈം, ദ registrar may for any special reason extended the time within which any annual general meeting shall be held. Such extension can be for a period not exceeding 3 months. No such extension of time can be granted by the registrar for the holding of first annual general meeting. Okay, എന്താ പറയുന്നത്,
ഒരു കമ്പനി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിൽ കൃത്യമായ ടൈമിന് വർഷത്തിൽ വിളിച്ചു ചേർക്കണമല്ലോ. വിളിച്ചു ചേർക്കുന്നതെന്ന് വീഴ്ച വന്നു കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് വേണമെങ്കിൽ ഒരു പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിൽ ആ ആനുവൽ ജനറൽ മീറ്റിങ്ങിന് കൂടുന്ന ടൈം വേണമെങ്കിൽ 3 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പക്ഷേ കമ്പനിയുടെ ഫസ്റ്റ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് യാതൊരു എക്സ്റ്റൻഷനും ഇല്ലാതെ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തിട്ട് 9 മാസത്തിനുള്ളിൽ തന്നെ വിളിച്ചു ചേർക്കണം. പിന്നീട് വരുന്ന വർഷങ്ങളിൽ 6 മാസത്തിനുള്ളിൽ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ വിളിച്ചു ചേർക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ വേണമെങ്കിൽ പ്രത്യേക റീസൺ ഉണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് 3 മാസത്തേക്ക് എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ടൈം ആൻഡ് പ്ലേസ് ഫോർ ഹോൾഡിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗ്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഏത് സമയം ഏത് സ്ഥലം എന്നതിനെക്കുറിച്ച് കമ്പനീസ് ആക്ട് എന്ത് പറയുന്നതെന്ന് നോക്കാം. ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ക്യാൻ ബി കോൾഡ് ഡ്യൂറിങ് ബിസിനസ് അവേഴ്സ്. മീറ്റിംഗ് എപ്പോഴും വിളിച്ച് ചേർക്കേണ്ടത് ബിസിനസ് അവേഴ്സിലാണ്. എപ്പോഴാണ് ബിസിനസ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബിറ്റ്വീൻ 9 AM ആൻഡ് 6 PM. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള കാലയളവിൽ ആ ടൈമിനുള്ളിലാവണം കമ്പനിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കേണ്ടത്. ഓൺ എനി ഡേ ദാറ്റ് ഈസ് നോട്ട് എ നാഷണൽ ഹോളിഡേ. ഏത് ദിവസവും ആവാം, പക്ഷേ നാഷണൽ ഹോളിഡേകളിൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ബി ഹെൽഡ് എയ്തർ അറ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ ആ മീറ്റിംഗ് വിളിച്ചു ചേർക്കാം. ഓർ സം അതർ പ്ലേസ് വിത്തിൻ ദ സിറ്റി, ടൗൺ ഓർ വില്ലേജ് ഇൻ ദ വിത്ത് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി സിറ്റുവേറ്റ്. അതല്ലെങ്കിൽ കമ്പനിയുടെ രജിസ്റ്റർ ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും സിറ്റിയിലോ ടൗണിലോ വില്ലേജിലോ ഒക്കെ എന്താക്കാം, കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാം എന്നുള്ളതാണ്. The central government empowered to exempt any company from these provisions subject to such condition as may be national holiday for the purpose mean and include a day declared as national holiday by the central government. ഇതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരം, ഈ കമ്പനി നാഷണൽ ഹോളിഡേകളിൽ വിളിച്ചു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട ഒരു എക്സംഷൻ കൊടുക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഡിഫാൾട്ട് ഇൻ ഹോൾഡിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗ്. കമ്പനി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സെക്ഷൻ 99 പ്രൊവൈഡ്സ് ദാറ്റ് ഇഫ് എനി ഡിഫാൾട്ട് ഈസ് മെയ്ഡ് ബൈ കംപ്ലൈങ് ഓർ ഹോൾഡിംഗ് മീറ്റിംഗ് ഓഫ് ദി കമ്പനി, ദ കമ്പനി ആൻഡ് എവരി ഓഫീസർ ഓഫ് ദി കമ്പനി ഹൂ ഈസ് ഡിഫാൾട്ട് ഷാൾ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 lakh ആൻഡ് ഇൻ കേസ് ഓഫ് കണ്ടിന്യൂയിങ് ഡിഫാൾട്ട് within a further fine which may extend to ₹5,000 for each day during which such default continues. കമ്പനി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ടിലെ 99 വകുപ്പ് പറയുന്നത്, ആരാണോ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആരാണോ അയാൾക്ക് ₹1,00,000 വരെ ഫൈൻ ഈടാക്കാവുന്നതും, ദെൻ പിന്നീടും അദ്ദേഹം ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ വീഴ്ച വരുന്ന ഓരോ ദിവസത്തിനും ₹5,000 എക്സ്ട്രാ ഫൈൻ ഈടാക്കാവുന്നതുമായ വകുപ്പാണ് സെക്ഷൻ 99 എന്ന് പറയുന്നത്. ഓക്കെ, if any default is made holding annual general meeting of company, any member of the company may make an application to the tribunal to direct the calling of an annual general meeting of the company and give such a ancillary or consequent direction of the tribunal thinks the expedient. Such direction may include direction that one member of the company present in person or by proxy shall deem to constitute meeting. കമ്പനി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്ന വീഴ്ച വന്നു, ഏതെങ്കിലും ഒരു മെമ്പർ, ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ ട്രൈബ്യൂണലിന് ഒരു അപേക്ഷ കൊടുത്തു കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ. ഓക്കെ, അങ്ങനെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയാണ് പങ്കെടുത്തതെങ്കിലും ആ മീറ്റിങ്ങിനെ വാലിഡായിട്ട് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡിഫാൾട്ട് ഇൻ ഹോൾഡിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗ് 2 കേസുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഡിഫാൾട്ട് വ്യക്തിക്കുള്ള ഫൈനും, അതുപോലെ തന്നെ ഈ മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ ട്രൈബ്യൂണൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിലെ കോറം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ പോലും അതിനെ വാലിഡ് മീറ്റിംഗ് ആയിട്ട് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തത് the consideration of financial statement and report of the board of directors and auditors. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഓഡിറ്റേഴ്സിൻ്റെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും റിപ്പോർട്ടുകളെ കുറിച്ച് ചർച്ചകൾ നടക്കും. ദ ഡിക്ലറേഷൻ ഓഫ് എനി ഡിവിഡൻഡ്, കമ്പനിയുടെ ലാഭവിഹിതം പ്രഖ്യാപിക്കുന്ന മീറ്റിംഗാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പ്ലേസ് ഓഫ് ദോസ് റിട്ടയറിംഗ്, ഏതെങ്കിലും ഡയറക്ടേഴ്സ് റിട്ടയർ ആയി കഴിഞ്ഞാൽ അവരുടെ സ്ഥാനത്തേക്ക് പുതിയ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗിൽ വെച്ചാണ്.
ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻഡ് ഫിക്സിംഗ് ദ റെമ്യൂണറേഷൻ ഓഫ് ദി ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതൊക്കെ കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ വെച്ചാണ്. അടുത്തത് മൂന്നാമത്തെ മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് അഥവാ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. എന്താണ്? ഓൾ ജനറൽ മീറ്റിംഗ് അതർ ദാൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ആർ കോൾഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലാത്ത ബാക്കി എല്ലാ മീറ്റിങ്ങിനെയും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. ഓൾ ബിസിനസ് ഐറ്റംസ് ക്യാൻ ബി ട്രാൻസാക്റ്റഡ് ദ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആർ സ്പെഷ്യൽ ബിസിനസ്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ സ്പെഷ്യൽ ബിസിനസ് കാര്യങ്ങളായിരിക്കും. ഡിസ്കസ് ചെയ്യാനാണ് അത്തരം മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കുന്നത്. ഓക്കെ, എന്താണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, കമ്പനി ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ കഴിഞ്ഞു, പക്ഷേ കമ്പനിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും അർജൻറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വരികയാണ്. അർജൻറ്റ് മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഇനി അടുത്ത ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വരെ കാത്തിരിക്കേണ്ടി വരും. ദെൻ അത്തരം കാലാവധി വരെ കാത്തിരിക്കാൻ പറ്റാത്ത ചില സബ്ജക്റ്റ് മാറ്റേഴ്സ് ഏറ്റവും പെട്ടെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടി കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിനെ വിളിച്ചു ചേർക്കേണ്ടി വരും. അത്തരത്തിലുള്ള മീറ്റിങ്ങിനെയാണ് എന്ത് പറയുന്നത്? എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഓക്കെ, ദെൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആർക്കൊക്കെ വിളിച്ചു ചേർക്കാമെന്നാണ് പറയുന്നത്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കാനുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, ഒന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സെക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കാവുന്നതാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മീറ്റിംഗ് വിളിച്ചു ചേർക്കാമെന്ന്. രണ്ടാമത്തേത് ബൈ ബോർഡ് ഓൺ റിക്വസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആവശ്യപ്രകാരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കമ്പനിയുടെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കാം. മൂന്നാമത്തെ ബൈ റിക്വസിഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആവശ്യപ്രകാരം മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ പറ്റും. നാലാമത്തെ ബൈ ട്രൈബ്യൂണൽ, കോടതി ഇടപെട്ടിട്ട് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കാമെന്നുള്ളതാണ്. ഓക്കെ, നാലാമത്തത് ക്ലാസ് മീറ്റിംഗ്. ഷെയർ ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് നാലാമത്തെ മീറ്റിംഗ് ആണ് ക്ലാസ് മീറ്റിംഗ്. തൊട്ട് മുമ്പേ പറഞ്ഞ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് പറഞ്ഞു, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് പറഞ്ഞു, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് പറഞ്ഞു, നാലാമത്താണ് ക്ലാസ് മീറ്റിംഗ്. തുടക്കത്തിൽ നമ്മൾ പ്രതിപാദിച്ചതാണ് എന്താണ് ക്ലാസ് മീറ്റിംഗ്. വേർ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ഈസ് ഡിവൈഡഡ് into different classes of share. Meeting of different classes of shareholders may be have to be called. It is known as a class meeting. ഒരു കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനീൻ്റെ ക്യാപിറ്റലിനെ വ്യത്യസ്ത ക്ലാസ് ഓഫ് ഷെയർ ആക്കി തിരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് ഓഫ് ഷെയർ ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും. ഇത്തരത്തിൽ ഏതെങ്കിലും ക്ലാസ്, ഉദാഹരണത്തിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് മാത്രം കൂടണമെങ്കിൽ അത്തരം മീറ്റിങ്ങിനാണ് ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് മാത്രം അവരുടെ മീറ്റിംഗ് കൂടുകയാണെങ്കിൽ അതും ക്ലാസ് മീറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് കൂടുന്നതിനെയാണ് ക്ലാസ് മീറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് പല പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദ റിക്വസിറ്റ് ഓർ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് മീറ്റിംഗ്. കമ്പനി ഒരു മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് ആ മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തത്, ഫസ്റ്റ് വൺ, പ്രോപ്പർ അതോറിറ്റി ടു കൺവെൻ മീറ്റിംഗ്. ഒന്ന്, ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാലിഡ് മീറ്റിംഗ് ആവണമെങ്കിൽ അത് ആ മീറ്റിംഗ് വിളിച്ച് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രോപ്പർ അതോറിറ്റി ആവണം. ഓക്കെ, കമ്പനിയുമായി ബന്ധപ്പെട്ട് ജനറൽ മീറ്റിംഗ് വിളിക്കുന്നതിൻ്റെ പ്രോപ്പർ അതോറിറ്റി എന്ന് പറയുന്നത് കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഡയറക്ടേഴ്സ് ആവണം ആ മീറ്റിംഗ് വിളിച്ച് ചേർക്കേണ്ടത് എന്നുള്ളത്. രണ്ടാമത്തെ, നോട്ടീസ് ഓഫ് മീറ്റിംഗ്. ഓക്കെ, ദ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാലിഡ് മീറ്റിങ്ങിൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻസാണ് നോട്ടീസ് എന്നുള്ളത്. ഓക്കെ, നോട്ടീസ് നിർബന്ധമായിട്ടും കമ്പനീൻ്റെ മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ 21 ദിവസത്തിന് മുമ്പായിട്ട് റിട്ടേൺ ആയിട്ടുള്ള നോട്ടീസ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും നിർബന്ധമായിട്ടും അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. ഓക്കെ, അതിലെ പ്ലേസും ഡേറ്റും ടൈമൊക്കെ തന്നെ നോട്ടീസിൽ മെൻഷൻ ചെയ്യണം. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്കോ പോസ്റ്റലോ ആയിട്ട് എന്താക്കാം, നോട്ടീസ് അയക്കാവുന്നതാണ് എന്നുള്ളത്. മൂന്നാമത്തെ, കോറം. കോറം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കോറം റെഫേഴ്സ് ടു ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ വാലിഡ് മീറ്റിംഗ്. ഒരു മീറ്റിംഗ് വാലിഡ് ആവാൻ വേണ്ട മിനിമം ആളുകളുടെ അംഗസംഖ്യ എത്രയാണോ അതിനെയാണ് കോറം എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനിയുമായി ബന്ധപ്പെട്ട് എത്രയാണ് കോറം എന്ന് നോക്കാം. ദെൻ രണ്ട് തരത്തിലുള്ള കമ്പനികളാണുള്ളത്, പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും. ഒരു കമ്പനി മീറ്റിങ്ങിൽ മിനിമം ആ മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ മിനിമം അംഗങ്ങൾ എത്ര പേര് വേണം. ഒന്നാമത്തത്, 5 പബ്ലിക് കമ്പനിയാണെങ്കിൽ 5 മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻറ്റ് ഇഫ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് മീറ്റിംഗ് ഈസ് നോട്ട് മോർ ദാൻ 1000. ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് 1000 പേരാണുള്ളത്, അല്ല 1000 അതിൽ കുറവാണെങ്കിൽ 5 പേരാണ്
ആ മീറ്റിംഗ് വാലിഡ് ആവാൻ വേണ്ടി പേഴ്സണലി പ്രസൻ്റ് ആവേണ്ടത്. ദെൻ 50 members personally present if the number of members as the on date meeting is more than 1000 but up to 5000. 1000 ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ കൂടുതലുണ്ട് എന്നാൽ 5000 ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ കുറവാണെങ്കിൽ ഒരു പബ്ലിക് കമ്പനിയിൽ മീറ്റിംഗ് വിളിച്ചേർക്കുമ്പോൾ ആ മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ മിനിമം 15 പേര് വേണം. ഓക്കെ. ദെൻ 5000-ൽ കൂടുതലാണെങ്കിൽ പബ്ലിക് കമ്പനിയുടെ കോറം എന്ന് പറയുന്നത് 30 പേരാണ്. ക്ലിയർ അല്ലേ? ദെൻ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 members പേഴ്സണലി പ്രസൻറ്റ് ഷാൾ ബി കോറം ഫോർ എ മീറ്റിംഗ് ഓഫ് ദി കമ്പനി. 2 പേരാണ് പേഴ്സണലി പ്രസൻ്റ് ആവേണ്ടത്. നമുക്കറിയാം ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ മിനിമം 2 പേരാണ് വേണ്ടത് അല്ലേ? അപ്പോൾ 2 പേരാണ് പേഴ്സണലി പ്രസൻറ്റ് പ്രൈവറ്റ് കമ്പനിയുടെ കോറം എന്ന് പറയുന്നത് 2 പേരാണ്. ആബ്സെൻസ് ഓഫ് കോറം ഇഫ് കോറം ഈസ് നോട്ട് പ്രസൻറ്റ് വിത്തിൻ ഹാഫ് ആൻ അവർ ഫ്രം ദ ടൈം അപ്പോയിൻറ്റഡ് ഹോൾഡിംഗ് എ മീറ്റിംഗ്. ഒരു പ്രൈവറ്റ് കമ്പനി മീറ്റിംഗ് വിളിച്ചെടുത്തു, പക്ഷേ അരമണിക്കൂറായിട്ടും കോറം തികഞ്ഞിട്ടില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. ദ മീറ്റിംഗ് ഷാൾ സ്റ്റാൻഡ് അഡ്ജോൺ ടു ദ സെയിം ഡേ ഇൻ ദ നെക്സ്റ്റ് week at the same time and place or to such other date and such other time and place as board may determine, or the meeting if called by requisitionist shall stand cancelled. 2 കാര്യങ്ങൾ ചെയ്യാം. കോറം അരമണിക്കൂറിനകം കോറം തികഞ്ഞില്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി 2 പേര് വന്നിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് ഇതേ സമയത്ത് ഇതേ സ്ഥലത്തേക്ക് ബോർഡിന് ഈ മീറ്റിംഗ് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ ഈ റിക്വസ്റ്റിന് ആവശ്യപ്രകാരം ഈ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാനോ ഉള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. പ്രോപ്പർ അതോറിറ്റി ആവണം, നോട്ടീസ് നിർബന്ധമായിട്ടും സെൻഡ് ചെയ്യണം, കോറം എന്താണെന്ന് പറഞ്ഞു. 4-ാമത്തെ ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ് ആണ്. ചെയർമാൻ ആരാണ്? ചെയർമാൻ എന്നുള്ളതാണ്. ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്ന പ്രിസൈഡിങ് ഓഫീസറാണ് ചെയർമാൻ എന്നുള്ളത്. ഓക്കെ. ആ ബിസിനസ്സിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ചെയർമാനായിരിക്കും. അപ്പോൾ ചെയർമാൻ ഈസ് ദ ഹെഡ് ഓഫ് ദ മീറ്റിംഗ് ആൻഡ് ചെയർമാൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് ദ ഡയറക്ടർ of the meeting and that should mention the articles of association. If not clear, directors or members are present in the person the meeting elect one of themselves as a chairman. Without chairman meeting is incomplete. ഒരു ചെയർമാൻ എന്ന് പറയുന്ന മീറ്റിംഗ് പ്രിസൈഡിങ് ചെയ്യുന്ന ആളാണ്. ദെൻ ചെയർമാനെ കുറിച്ച് കൃത്യമായിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പ്രതിപാദിച്ചിരിക്കും. ഇനി അത്തരത്തിൽ ഒരു പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ, ആരാണ് കമ്പനിയുടെ ചെയർമാൻ എന്ന് പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന വന്നുകൂടിയുള്ള ഒരാളെ ചെയർമാനാക്കി തിരഞ്ഞെടുക്കേണ്ടതാണ്. ഓക്കെ. ഒരു കമ്പനിയിൽ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ചെയർമാൻ ഇല്ലെങ്കിൽ ആ മീറ്റിംഗ് വാലിഡ് ആവില്ല. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് നോക്കാം. ടു എൻഷുർ ദാറ്റ് മീറ്റിംഗ് ഇൻ അക്കോർഡൻസ് പ്രൊവിഷൻ ഓഫ് ദി കമ്പനീസ് ആക്ട് ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ മീറ്റിംഗ് കൂടുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ കമ്പനി നിയമത്തിനൊക്കെ അതീതമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ചുമതല ചെയർമാനാണ്. 2-ാമത്തെ ടു എൻഷുർ ദാറ്റ് റിക്വയർഡ് കോറം ഈസ് പ്രസൻറ്റ്. കമ്പനി മീറ്റിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോറം എത്ര എന്നുള്ളതല്ലേ 2 കമ്പനിയുടെയും. അപ്പോൾ കോറം തികഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. 3-ാമത്തേത് ടു എൻഷുർ ദാറ്റ് മീറ്റിംഗ് ഫോളോ ദ അജണ്ട ഓഫ് ദി മീറ്റിംഗ്. കമ്പനി മീറ്റിംഗ് അജണ്ട അനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത് നോക്കാം. 4-ാമത്തെ കൺട്രോൾ ദ മീറ്റിംഗ് ടു ഹെൽഡ് ഇൻ പ്രോപ്പർ ഡിസിപ്ലിൻ. ഈ മീറ്റിങ്ങിൽ കൃത്യമായിട്ടുള്ള അച്ചടക്കം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഹി മസ്റ്റ് എക്സസൈസ് ഹിസ് കാസ്റ്റിംഗ് വോട്ട് ബോണഫൈഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. വേണ്ട സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് വോട്ട് വിനിയോഗിക്കാനുള്ള അധികാരം. കാസ്റ്റിംഗ് വോട്ട് വിനിയോഗിക്കുക. ഒരു അജണ്ടയെക്കുറിച്ചുള്ള ചർച്ച വന്നു, ഡിസ്കഷൻ കഴിഞ്ഞു, ദെൻ വോട്ടെടുപ്പ് നടന്നു. വോട്ടെടുപ്പ് ഈക്വൽ ആകുന്ന സമയത്ത് ഒരു തീരുമാനത്തിലെത്തില്ല. അത്തരം സാഹചര്യങ്ങൾ ചെയർമാന് അദ്ദേഹത്തിൻ്റെ വോട്ട് വിനിയോഗിക്കാം. അതിനെയാണ് എന്ത് പറയുന്നത്? കാസ്റ്റിംഗ് വോട്ട് എന്നുള്ളത്. ദെൻ അടുത്ത ഹി മസ്റ്റ് ഓർഡർ ഫോർ പോൾ വെൻ ദെയർ ഇസ് ദ ഡിമാൻഡ് പ്രോപ്പർലി. ദെൻ ഒരു മീറ്റിങ്ങിൽ ഇലക്ഷൻ നടത്താനൊക്കെ ഉള്ള അധികാരം ഈ ചെയർമാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ദെൻ അടുത്തത് വോട്ടിംഗ് ആണ്. മിനിറ്റ്സ് വരാനുണ്ട്, മിനിറ്റ്സ് പറയാം. വോട്ടിംഗ് എന്ന് പറയുന്നത് കമ്പനിയുടെ ആ മീറ്റിങ്ങിൽ ഉള്ള ചർച്ചകൾ കഴിഞ്ഞാൽ ആ റെസൊല്യൂഷൻ തീരുമാനം ആവാൻ വേണ്ടിയിട്ട് അത് ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് അത് വോട്ടെടുപ്പിനിടുക. വന്നിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് അവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവരുടെ തീരുമാനങ്ങൾ പ്രതിഫലിപ്പിക്കാനുള്ള. വോട്ടിംഗ് 2 രൂപത്തിലാവാം. പിന്നെ ഒന്ന് ഷോ ഓഫ് ഹാൻഡാണ്, ദെൻ വോട്ടിംഗ് ബൈ പോളാണ്. ഷോ ഓഫ് ഹാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കൈപൊക്കിയിട്ട് അവരുടെ അഗ്രിമെൻറ്റോ ഡിസഗ്രിമെൻറ്റോ പ്രകടിപ്പിക്കുന്നതിനാണ് ഷോ ഓഫ് ഹാൻഡ്. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ അറിയാവുന്ന വോട്ടിംഗ് ബൈ പോൾ, ബാലറ്റ് പ്രകാരം വോട്ടെടുപ്പ് ഉണ്ടാവും. ദെൻ മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ്. കമ്പനിയുടെ മിനിറ്റ്സ്. എന്താണ് മിനിറ്റ്സ്? കമ്പനിയുടെ മിനിറ്റ്സ് എന്ന് പറയുന്നത്
ഒരു മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നടന്നിരിക്കുന്നത് ആ നടന്നിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡിനെയാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ മിനിറ്റ്സിൽ കൃത്യമായിട്ട് ക്ലിയറായി ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മീറ്റിങ്ങിൽ നടന്ന ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ക്ലിയർ ആയിട്ടുള്ള ആക്യുറേറ്റുള്ള ഇൻഫർമേഷനുകളാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ദെൻ മിനിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനിറ്റ്സ് എന്ന് പറയുന്നത് അതൊരു കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാവുന്ന ഒരു അഫിഡവിറ്റ്, ഒരു എവിഡൻസ് ആയിട്ടാണ് സാധാരണ മിനിറ്റ്സിനെ കാണുന്നത്. അപ്പം ഒരു മീറ്റിങ്ങിൽ, കമ്പനി മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ആരൊക്കെയാണ് പങ്കെടുത്തത്, എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കുന്ന രേഖയാണ് മിനിറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രോക്സി എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഷെയർ ഹോൾഡറാണ്. ഓക്കെ, കമ്പനി മീറ്റിങ്ങിൽ ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്ന ആളെയാണ് പ്രോക്സി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഏജൻറ്റ് ഓഫ് ദി മെമ്പർ പർപ്പസ് ഓഫ് വോട്ടിംഗ്. അല്ലെ, വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഏജൻ്റായിട്ട്, ഒരു പ്രതിനിധിയായിട്ട് പോകുന്ന ആളാണ് പ്രോക്സി എന്ന് പറയുന്നത്. പ്രോക്സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. എനി മെമ്പർ ഓഫ് എൻറ്റൈറ്റിൽഡ് ടു അറ്റൻഡ് ആൻഡ് വോട്ട് ദ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു അപ്പോയിൻറ്റ് അനദർ പേഴ്സൺ ആസ് എ പ്രോക്സി ടു അറ്റൻഡ് ആൻഡ് വോട്ട് അറ്റ് ദ മീറ്റിംഗ് ഓഫ് ഹിസ് ബിഹാഫ്. ഓക്കെ, ഒരാൾക്ക് ഷെയർ ഹോൾഡേഴ്സിന് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ടെടുപ്പിന് വേണ്ടിയിട്ട് മറ്റൊരാളെ പറഞ്ഞു വിടാനുള്ള ഒരു അധികാരമുണ്ട് എന്നുള്ളതാണ്. പ്രൊവൈഡ് ദാറ്റ് പ്രോക്സി ഷാൾ നോട്ട് ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് അറ്റ് സച്ച് മീറ്റിംഗ് ആൻഡ് ഷാൾ എൻറ്റൈറ്റിൽഡ് ടു വോട്ട് എക്സെപ്റ്റ് ഓൺ പോൾ. ഈ ഒരു പ്രോക്സി മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ മീറ്റിങ്ങിൽ സംസാരിക്കാനുള്ള അധികാരം പ്രോക്സിക്കില്ല. അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊടുവിൽ നടക്കുന്ന വോട്ടെടുപ്പ് ഉണ്ടെങ്കിൽ ആ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം മാത്രമേ പ്രോക്സിക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തത് റെസൊല്യൂഷൻ. Every item included in the agenda input before the meeting from written of approval for discussion and decision. When it is approved by the required majority of members present, it becomes resolution. ഒരു കമ്പനിയിൽ ഒരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് അവിടെ മോഷൻസ് അജണ്ട രൂപത്തിൽ കൊണ്ടുവരപ്പെടുകയും ഈ അജണ്ടകൾ കൊണ്ടുവരപ്പെടുന്ന കാര്യങ്ങൾ അതിനെ ഡിസ്കസ് ചെയ്യും, ചർച്ച ചെയ്യും, മീറ്റിങ്ങിൽ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ അത് അപ്രൂവലാവുന്നത്, അത് തീരുമാനമെടുക്കുന്നത് അതിനെ ഡിസ്കസ് ചെയ്തിട്ട് അത് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അങ്ങനെ വരുന്ന കാര്യത്തെയാണ് ആ വോട്ടെടുപ്പ് എന്ന് പറയുന്നതിൽ തീരുമാനമാവുന്നത് മെജോറിറ്റി നോക്കിയിട്ടാണ്. ഓക്കെ, അത് രണ്ട് രൂപത്തിലുള്ള മെജോറിറ്റി കണ്ട് നമുക്ക് പറയാം. അങ്ങനെ മെജോറിറ്റി ഏതാണോ, എഗ്രിമെൻറ്റിനാണോ ഡിസഗ്രിമെൻറ്റിനാണോ നമുക്ക് അതാണ് തീരുമാനമാവുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള തീരുമാനത്തെയാണ് എന്ത് പറയുന്നത്, റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു മീറ്റിംഗ് കൂടി, ആ മീറ്റിങ്ങിൽ അജണ്ട വന്നു, ആ അജണ്ടയെക്കുറിച്ച് കൃത്യമായ അത് കൺസിഡർ ചെയ്തു, ആ കൺസിഡറേഷൻ മോഷനായി, ദെൻ അത് ഡിസ്കസ് ചെയ്യുന്നു, ഡിസ്കഷന് ശേഷം അത് അപ്രൂവലിന് വേണ്ടി വോട്ടെടുപ്പിനിടുന്നു, ആ വോട്ടെടുപ്പിലൂടെ പാസ്സാക്കി കിട്ടിയ കാര്യത്തെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെസൊല്യൂഷൻ 3 തരത്തിലാണ് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട്. ഒന്ന് ഓർഡിനറി റെസൊല്യൂഷൻ ഉണ്ട്, സ്പെഷ്യൽ റെസൊല്യൂഷൻ ഉണ്ട്, റെസൊല്യൂഷൻ റിക്വയർഡ് സ്പെഷ്യൽ നോട്ടീസ് ഉണ്ട്. ഓക്കെ, ഇത് മൂന്നും എന്താണെന്ന് നോക്കാം. ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ മെജോറിറ്റി പ്രകാരം കേവലം 51% ആളുകൾ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യം പാസ്സായിട്ട് തീരുമാനമാവുന്നുണ്ടെങ്കിൽ അത്തരം റെസൊല്യൂഷനാണ് ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മീറ്റിങ്ങിൽ പങ്കെടുത്ത 4ൽ 3 പേര് അംഗീകരിക്കപ്പെട്ടിട്ടൊരു കാര്യം പാസ്സായിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത്തരം റെസൊല്യൂഷനെയാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് 3/4 മെജോറിറ്റിയുമാണ്, ഒന്ന് സിമ്പിൾ മെജോറിറ്റിയുമാണ്. ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. നോക്കാം എന്തൊക്കെയാണ് ഈ പറയുന്ന ഓർഡിനറി റെസൊല്യൂഷനും അതുപോലെ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഒന്നാമത്തെ മീനിങ് നോക്കാം. An ordinary resolution is that which is passed by a simple majority at any general meeting of the shareholders. By majority we mean at least 51% vote in favor. ഒരു കാര്യം ഡിസ്കഷന് വന്നു കഴിഞ്ഞാൽ ആ ഡിസ്കഷൻ പാസ്സാവുന്നത് കേവല ഭൂരിപക്ഷത്തിലാണ്, അഥവാ 51% മാത്രം സപ്പോർട്ടോട് കൂടി പാസ്സാവുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റെസൊല്യൂഷനാണ് ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈസ് വൺ വിച്ച് ഈസ് പാസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 3/4 മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് വോട്ടിംഗ് ഓൺ അറ്റ് ജനറൽ മീറ്റിംഗ്. ഇവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത 4ൽ 3 പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം പാസ്സാവുന്ന നിയമങ്ങളെയാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. നോട്ടീസ്. എ പ്രീവിയസ് നോട്ടീസ് ഓഫ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ നോട്ട് എസെൻഷ്യൽ. ഈ
ഓർഡിനറി റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നോട്ടീസിൽ കാര്യങ്ങൾ പ്രതിപാദിച്ചില്ലെങ്കിലും 21 days നോട്ടീസ് മസ്റ്റ് ഹാവ് ബീൻ ഗിവൺ ഫോർ മീറ്റിംഗ് വിച്ച് സച്ച് റെസൊല്യൂഷൻ ഈസ് പാസ്ഡ്. ഓർഡിനറി റെസൊല്യൂഷനാണ് പാസ്സാക്കുന്നതെങ്കിൽ 21 ദിവസം മുമ്പായിട്ട് കൃത്യമായിട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അജണ്ടയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം പ്രതിപാദിച്ചിട്ടുള്ള നോട്ടീസ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. ദെൻ രജിസ്ട്രേഷൻ. The ordinary resolution normally does not require filing with registrar. ഓർഡിനറി റെസൊല്യൂഷൻ പ്രകാരം പാസ്സാക്കിയപ്പെട്ട തീരുമാനങ്ങൾ രജിസ്ട്രാർ എടുത്ത് ഫയൽ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമില്ല. പക്ഷേ എ കോപ്പി ഓഫ് ദി സ്പെഷ്യൽ റെസൊല്യൂഷൻ മസ്റ്റ് ബി ഫയൽഡ് വിത്ത് രജിസ്ട്രാർ വിത്ത് 30 days ഓഫ് ദി ഡേറ്റ് ഓഫ് ഇറ്റ്സ് പാസിംഗ്. ഒരു കമ്പനി സ്പെഷ്യൽ റെസൊല്യൂഷനാണ് പാസ്സാക്കുന്നത്, 30 ദിവസത്തിനുള്ളിൽ ഈ സ്പെഷ്യൽ റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രജിസ്ട്രാർ എടുത്ത് ഫയൽ ചെയ്യണമെന്നുള്ള നിർബന്ധമാണ്. ദെൻ ഒബ്ജക്റ്റീവ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെയും ഓർഡിനറി റെസൊല്യൂഷൻ്റെയും ലക്ഷ്യം നോക്കാം. ആൻ ഓർഡിനറി റെസൊല്യൂഷൻ ഇസ് റിക്വയർഡ് ട്രാൻസാക്ട് ഓർഡിനറി ബിസിനസ്. കമ്പനിയുമായി ബന്ധപ്പെട്ട ഓർഡിനറി ബിസിനസ്, സാധാരണ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ് ഓർഡിനറി റെസൊല്യൂഷൻ എങ്കിൽ ദെൻ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇസ് റിക്വയർഡ് ട്രാൻസാക്ട് സ്പെഷ്യൽ ബിസിനസ്. സ്പെഷ്യൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അപ്രൂവലിന് വേണ്ടിയിട്ടാണ് ഇത്തരം സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ദെൻ റെസൊല്യൂഷൻ അടുത്ത മൂന്നാമത്തെ റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ്. സെക്ഷൻ 115 പ്രൊവൈഡ്സ് വെയർ by a provision contained in the act or in the articles of company, special notice is required of any resolution. A notice of the intention to move such a resolution shall be given to the company by such a number of members holding not less than 1% of total voting power or holding share on which such aggregate sum not exceeding rupees 5 lakh as may be prescribed has been paid up, and the company shall give its members notice of the resolution in the following manner as prescribed in rules. റെസൊല്യൂഷൻ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു. റെസൊല്യൂഷനെ 3 തരത്തിൽ നമുക്ക് മാറ്റാം. ഏതൊക്കെയാണ്? സിമ്പിൾ റെസൊല്യൂഷൻ അഥവാ ഓർഡിനറി റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ്. റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാ റെസൊല്യൂഷൻ തന്നെയാണ്. പക്ഷേ ഈ റെസൊല്യൂഷൻ എന്തിനാണ് പാസ്സാക്കുന്നതെന്ന് അതുമായി ബന്ധപ്പെട്ട ഇൻറ്റൻഷൻ കമ്പനിക്ക് ഒരു നോട്ടീസായിട്ട് ഇതുമായി ബന്ധപ്പെട്ട അജണ്ട തീരുമാനിക്കുന്ന ആൾ എന്താക്കണം, കമ്പനിക്ക് അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് എന്തൊക്കെയുണ്ട് റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ. ദെൻ കമ്പനിയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ മീറ്റിംഗ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗും കമ്പനി സെക്രട്ടറി നമുക്ക് അടുത്ത ക്ലാസ് വീഡിയോയിൽ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അടുത്ത ക്ലാസ്സിലായിരിക്കും ഉണ്ടാവുക. ദെൻ അതിൽ വരുന്ന 3-4 മീറ്റിംഗാണ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സും അതുപോലെ തന്നെ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സും. ഓക്കെ. മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് നമ്മൾ ഒന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. അത് ഈ ഒരു ക്ലാസ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, അടുത്ത ക്ലാസ്സിലുണ്ടാവും. ദെൻ 3-4 അത് നമ്മുടെ സിലബസ് പ്രകാരം ജസ്റ്റ് അതിനെക്കുറിച്ച് പറയാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. ലെങ്തി വീഡിയോ ആയതുകൊണ്ടാണ് അത് അടുത്ത ക്ലാസ് വീഡിയോയിലേക്ക് മാറ്റിയത്. മൂന്നാമത്തെ മീറ്റിംഗ് ആണ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ദ കമ്പനി മേ കോൾ ദ മീറ്റിംഗ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ടു ഗെറ്റ് ദെയർ അപ്രൂവൽ ഓഫ് ദി മേക്കിംഗ് എനി ചേഞ്ച് ഓഫ് ദെയർ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഡിബഞ്ചർ ഹോൾഡറുമായി ബന്ധപ്പെട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അപ്രൂവലോ വേണമെങ്കിൽ അവരുടെ മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നതിനെയാണ് കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് മീറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാലാമത്തെ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്. The company may call the meeting of creditors when company proposes to make a scheme of arrangement with the creditors. Section 230 of the Companies Act explain such a compromise and arrangement. Such meeting are the meeting at any time other than winding up of and a meeting at the time of winding up. മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോംപ്രമൈസോ അറേഞ്ച്മെൻറ്റോ നടത്താൻ ഈ സെക്ഷൻ 230 കമ്പനിയെ ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ അലോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മീറ്റിംഗ് ഏത് സമയത്ത് വേണമെങ്കിൽ വിളിച്ചു ചേർക്കുക, പക്ഷേ കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത് ഇത്തരം അറേഞ്ച്മെൻറ്റ് കോംപ്രമൈസിനെ വിളിച്ചു ചേർക്കരുത് എന്നുള്ളതാണ്. കമ്പനി വിളിച്ചു ചേർക്കരുത്. ഓക്കെ. ഇതാണ് ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞത് എന്താണ് മീറ്റിംഗ്, കമ്പനി മീറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ കമ്പനി മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് 4 മീറ്റിംഗ് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഉണ്ട്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസ് മീറ്റിംഗ് ഉണ്ട്, എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ഉണ്ട്. ഈ മീറ്റിങ്ങുകൾ എന്താണെന്നും
വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നമ്മൾ പറഞ്ഞു. ഒരു മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ, കമ്പനി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ വിളിക്കുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കുമ്പോൾ അത് വാലിഡ് ആവണമെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻസ് എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത ഈ 5th മൊഡ്യൂൾ കമ്പനി മീറ്റിങ്ങും വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ് വീഡിയോ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങും കമ്പനി സെക്രട്ടറിയുമായിട്ട് ഉള്ളതാണ്. അപ്പോൾ അതുവരേക്കും ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.